പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിൽ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയെ നിലപാട് അറിയിക്കും. പിണറായി വിജയൻ അല്ലെങ്കിൽ മറ്റാര് എന്നതും ചർച്ചയാകും. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഈ പ്രതിപക്ഷ നേതൃപദവി എന്നത് പോളിറ്റ് ബ്യൂറോയുടെ അജണ്ടയിലുണ്ടോ? MABB പറഞ്ഞത് ഇത് ഈ യോഗമായിരിക്കും അജണ്ട നിശ്ചയിക്കുമെന്നുള്ളതാണല്ലോ. നിലവിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ബൽറാം? ഉന്മേഷ്, നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് അത് ആ വിഷയം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ചർച്ചയ്ക്ക് വരും എന്നാണ്. ഇതുവരെയും ചർച്ച ചെയ്തിട്ടില്ല എങ്കിൽ പോലും വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അജണ്ടയിൽ അക്കാര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ PB യോഗം ഉച്ചയൂണിനായി പിരിഞ്ഞിരിക്കുകയാണ്. പിണറായി വിജയൻ, MV ഗോവിന്ദൻ എന്നിവർ ഇപ്പോൾ AKG ഭവനിൽ നിന്നും കേരള ഹൗസിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും യോഗം ചേരും. ഈ വിഷയത്തിൽ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി തുടരണം എന്ന നിലപാട് പാർട്ടിക്കുള്ളിൽ ഉണ്ട്. കാരണം അദ്ദേഹം പാർട്ടിയെ കഴിഞ്ഞ 10 വർഷം സർക്കാരിനെ നയിച്ച നേതാവാണ്. ഒപ്പം തന്നെ അദ്ദേഹം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ അദ്ദേഹത്തെ മുഖമാക്കിയാണ് നേരിട്ടത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നേതൃത്വം ഏറ്റെടുത്ത ആൾ തന്നെ പ്രതിപക്ഷ നേതാവായി തുടരുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യും, മുന്നണിക്ക് ഗുണം ചെയ്യും എന്നും പ്രതിരോധം ഒരുക്കുന്നതിൽ അത് സഹായിക്കും എന്നുമുള്ള നിലപാടുണ്ട്. അതേസമയം ഈ വിഷയം PBക്ക് മുന്നിൽ വരാൻ 2 കാരണങ്ങൾ. ഒന്ന്, 75 വയസ്സ് എന്ന പ്രായപരിധി പദവികൾക്കായി പാർട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ അത് നേരത്തെ പോളിറ്റ് ബ്യൂറോ അംഗമാക്കുന്നതിലും മുഖ്യമന്ത്രിയാക്കുന്നതിലും ഇളവ് നൽകിയിരുന്നു. ഒപ്പം തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഘടകം പോളിറ്റ് ബ്യൂറോ ആണ്. അതുകൊണ്ട് തന്നെ PBയിൽ ഇക്കാര്യം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം പോളിറ്റ് ബ്യൂറോയ്ക്ക് വരും. ഇതോടൊപ്പം തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം നിന്ന് മാറുന്ന അദ്ദേഹം പ്രതിപക്ഷ നേതാവായി വരണം എന്ന് ചൂണ്ടിക്കാണിക്കുന്ന നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു വിഷയം, നേരത്തെ 2011 മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തതാണ്. എന്തായാലും ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വരും. എന്തായിരിക്കും തീരുമാനം എന്നുള്ളതും ഏറെ നിർണായകമാണ്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾ ഈ മാസം അവസാനം ചേരുന്ന മെയ് 22 ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലായിരിക്കും ഉണ്ടാവുക. ഇന്നെന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാന ഘടകത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി PB യോഗത്തിന് മുന്നിൽ വച്ചിട്ടുണ്ട്. ഉന്മേഷ്, ശരി. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.